ഹായ് ഫ്രണ്ട്സ്, വിജയ് രമേശ് വ്ലോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ഇന്ന് 50ാമത്തെ ദിവസമാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട്. അപ്പോൾ 50ാമത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. അപ്പോൾ 50 ദിനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഇന്ന് അങ്ങനെ പ്രത്യേകിച്ച് റിവ്യൂസ് ഒന്നും പറയാനില്ല. ഒരു എവിക്ഷൻ ഉണ്ട്, പിന്നെ ഇവരുടെ ഒരു തിരനോട്ടം, അതായത് ഇത്രയും ദിവസത്തുള്ള ഒരു റീക്യാപ്പ് പോലെ കാണിക്കുന്നുണ്ട്. മാത്രമല്ല കുറച്ച് ഗിഫ്റ്റുകൾ ഇവരുടെ വീട്ടിൽ നിന്ന് കൊടുത്തേക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, അങ്ങനെ വലിയ സംഭവങ്ങളൊന്നും നടന്നിട്ടില്ല. അപ്പം നമുക്ക് എന്തൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്നെന്ന് നോക്കാം. അങ്ങനെ 50 ദിവസം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അങ്ങനെ ലാലേട്ടൻ വന്നു, എല്ലാവർക്കും സന്തോഷം, ഓഡിയൻസിനൊക്കെ സന്തോഷം. അങ്ങനെ ലാലേട്ടൻ്റെ സ്പീച്ച് ഉണ്ടല്ലോ, ആ സ്പീച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബിഗ് ബോസ് തുടങ്ങിയിട്ട് 50 ദിവസമായിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കണ്ടസ്റ്റൻ്റ് അടുത്ത് പോയി ചോദിക്കാം നമുക്ക് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരു തിരനോട്ടം എന്ന രീതിയിൽ ലാലേട്ടൻ്റെ അകത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹൗസിനുള്ള ആൾക്കാരെല്ലാവരും എണീറ്റ് നിന്നിട്ട് ലാലേട്ട എന്നൊക്കെ പറഞ്ഞിട്ട് വിഷ് ചെയ്യുന്നുണ്ട്. ലാലേട്ടൻ തിരിച്ച് വിഷ് ചെയ്യുന്നുണ്ട്. ഇന്ന് 50 ദിവസമായിരിക്കുകയാണ് ബിഗ് ബോസ് തുടങ്ങിയിട്ട്. നിങ്ങൾ പല ദേശങ്ങളിലും അല്ല പല ഭവനങ്ങളിൽ നിന്നും ഒരുമിച്ച് ഈ വീട്ടിനകത്ത് ഒരുമിച്ച് 100 ദിനങ്ങൾ വാഴാമെന്ന് പറഞ്ഞ് വന്നു. പക്ഷേ കുറച്ച് പേരവിടെ വീഴുന്നുണ്ട് അല്ലേ, അതായത് കുറേ പൊട്ടിച്ചിരികളാകുന്നുണ്ട്, പിന്നെന്താണ് കലപിലകളാകുന്നുണ്ട്, കോമഡി വരുന്നുണ്ട്, അതിനപ്പുറമായിട്ട് പൊട്ടിത്തെറികൾ ഉണ്ടാകുന്നുണ്ട്, ചെറിയ ചെറിയ ജഗട ഞാൻ പറയുന്നുണ്ടല്ലേ, ചെറിയ ചെറിയ ജഗട ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കുത്തിപ്പൊക്കൽ ഉണ്ടായിട്ടുണ്ട്, പിന്നെ പിന്നിൽ നിന്ന് കുത്തൽ, ഇങ്ങനത്തെ കുറേ സംഭവങ്ങളും കുറേ വാക്കുകളെല്ലാം നമ്മൾ കേട്ടു. പേഴ്സണൽ ഗ്രഡ്ജ് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എല്ലാം കേട്ടു. പക്ഷേ ഇനി അങ്ങനെയല്ല, ഒന്ന് മാറ്റി പിടിക്കണം. അതായത് ബിഗ് ബോസിൻ്റെ അടുത്ത ലെവലിലേക്ക് നമ്മൾ പോവുകയാണെന്ന രീതിയിലൊക്കെ അവർ കണ്ടസ്റ്റൻസ് നല്ല രീതിയിലൊരു അഡ്വൈസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അപ്സരയോട് ചോദിക്കുന്നത്, അപ്സരയ്ക്ക് ഡാൻസ് കളിക്കണോ? അങ്ങനെ അപ്സര, ശ്രീതു, അതുപോലെ നോരയൊക്കെ വന്നിട്ട് താങ്കണക്ക ദില്ലം ദില്ലം ആ പാട്ടുണ്ടല്ലോ, അടിപൊളിയായിട്ട് കളിച്ചു. ഋഷിയൊക്കെ നല്ല സൂപ്പറായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്തായാലും അവരുടെ ഡാൻസ് കഴിഞ്ഞതിന് ശേഷം ലാലേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ പോയി സ്റ്റോർ റൂമിൽ നോക്കൂ എന്ന രീതിയിൽ. അങ്ങനെ ഗിഫ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങനെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഉള്ള ഗിഫ്റ്റ് നമ്മുടെ ഋഷിയും അതുപോലെ തന്നെ ശ്രീതും റസ്മിനൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നയച്ച ഗിഫ്റ്റുകളാണ്. അപ്പോൾ അങ്ങനെ അവരവരുടെ വീട്ടിൽ നിന്ന് കൊടുത്ത ഗിഫ്റ്റുകൾ ഓരോരുത്തരായിട്ട് പൊട്ടിക്കുന്നത്. പക്ഷേ എനിക്കൊരു ഭയങ്കരമായിട്ട് ടച്ച് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ അഭിജിത്ത് കെ അല്ലേ, അഭിജിത്ത് ജയദേവിന് വീട്ടിൽ നിന്ന് അമ്മ കൊടുത്തയച്ച ഒരു ലെറ്റർ. അത് എൻ്റെ എന്താ പറയേണ്ട, ആ സത്യം പറഞ്ഞാൽ വായിച്ചപ്പം ഒരു തുള്ളി കണ്ണുനീര് വന്നു. അത്രയ്ക്കും ഒരു ഒരു നല്ലൊരു ഹാർട്ട് ടച്ച് ആയിട്ടുള്ളൊരു കത്ത് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും അവരവരുടെ ഗിഫ്റ്റുകളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയ ശ്രീധുവിൻ്റെ അമ്മ ഒരു ചെറിയൊരു പാവക്കുട്ടി കൊടുത്തയച്ചിട്ട് പറഞ്ഞ്, അമ്മ എനിക്ക് ലെറ്ററൊന്നും ഇല്ലേ, ഞാൻ ഒരാഴ്ച സമയം തരും, എനിക്ക് കുറച്ച് ലെറ്റർ അയച്ചു തരൂ എന്നൊക്കെ രീതിയിൽ ശ്രീധു സംസാരിക്കുന്നുണ്ട്. അങ്ങനെ അഭിഷേക് നമ്മുടെ ജയദേവ് ആണെങ്കിൽ ഗിഫ്റ്റ് എടുത്തു, ലെറ്റർ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ എഴുതുന്ന ലെറ്ററാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് വിഷമായിട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ അപ്പു, നിനക്ക് സുഖമാണോ, നിൻ്റെ ഐഡൻറ്റിറ്റിയെക്കുറിച്ച് നീ തുറന്നു പറയാൻ കാണിച്ചതിന് ആ ഒരു ധൈര്യത്തിന് ഒത്തിരി കൺഗ്രാജുലേഷൻ ഉണ്ട്. നീ എന്തായാലും എങ്ങനെ ആയാലും നിന്നോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വരില്ല. നീ എൻ്റെ മകനാണ്, നീ വിജയ് ശ്രീലാളിതനെ തിരിച്ചു വരൂ, എൻ്റെ അപ്പുക്കുട്ടനെ സ്വീകരിക്കാൻ അമ്മ ഇവിടെ തയ്യാറായി നിൽക്കുന്ന രീതിയിൽ ആ കത്ത് അഭിജിത്ത് വായിച്ചായിരുന്നു. സത്യം പറഞ്ഞാൽ അഭിജിത്ത് ഭയങ്കര വിഷമായിട്ടുണ്ടായിരുന്നു, കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ഒരു അമ്മയാണല്ലോ, അപ്പോൾ ആ ഒരു അമ്മയുടെ ഒരു വേദന നമുക്ക് അറിയാൻ പറ്റും. നമ്മുടെ മക്കളുടെ കുറവുകൾ എന്ത് തന്നെയാലും മറ്റുള്ളവർ നമ്മൾ എന്ത് തള്ളിപ്പറഞ്ഞാലും ഒരമ്മയ്ക്കും ഒരു മക്കളെ നമുക്ക് തള്ളിപ്പറയാനാവത്തില്ല. അത് അമ്മമാരുടെ ഒരു കുറവായിട്ട് തന്നെ കണക്കാക്കാം. ഹൗസിലെ എല്ലാവർക്കും ഇങ്ങനെ ഫാമിലി പിക്സും അവരവരുടെ ഓരോ വീട്ടിൽ നിന്ന് കൊടുത്തുവെച്ച് ഗിഫ്റ്റുകളുണ്ടായിരുന്നു. ഗബ്രിക്ക് ക്യാമറയാണ് കൊടുത്തുവെച്ച്, ജാസ്മിൻ അമ്മയുടെ നൈറ്റി ആയിരുന്നു, അതുപോലെ നോറയുടെ എൻ്റെ ചെക്കൻ്റെ ഫോട്ടോയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർക്കായിട്ട് എല്ലാവർക്കും. അപ്സരയ്ക്കൊക്കെ ഫാമിലി പിക്സ് തന്നെ കൊടുത്തു. പിന്നെ രതീഷ് ആണെങ്കിൽ ഇതെൻ്റെ വൈഫ് എനിക്ക് 50ാമത്തെ ദിവസത്തെ ഇടാൻ വേണ്ടി മാറ്റി വെച്ച ഷർട്ടാണ്, പക്ഷേ ആദ്യത്തെ ആഴ്ച തന്നെ എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു, പക്ഷേ ഇപ്പം ഞാൻ ആ ഷർട്ടാണ് ഇട്ടേക്കുന്നത് ലാലേട്ട എന്നൊക്കെ രീതിയിൽ രതീഷ് സംസാരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും കേട്ടോ, ഹൗസിലെ എല്ലാ അംഗങ്ങളും, സിജോ ആയാലും സായി ആയാലും അതുപോലെ തന്നെ എന്താണ് അർജുനായാലും, അർജുൻ്റെ ആണെങ്കിൽ ചേച്ചിയുടെ മക്കൾ വരച്ചു കൊടുത്ത ഫോട്ടോസൊക്കെ ആയിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ അതിന് ശേഷം സ്റ്റോർ റൂമിൽ പോകുന്ന രീതിയിൽ 50 ദിവസത്തെ കേക്കായിരുന്നു കേട്ടോ, കേക്ക് കട്ട് ചെയ്യുന്ന ഒരു രംഗമൊക്കെ ആയിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി കഴിച്ചിരിക്കും, എനിക്കുള്ള പങ്ക് വെച്ചേക്കും, ഞാൻ പിന്നെ വന്നെടുത്തോളാം എന്ന രീതിയിൽ ലാലേട്ടൻ ബ്രേക്ക് എടുത്ത് പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും അടിപൊളിയായിട്ട് കഴിച്ചു. ലാലേട്ടൻ വന്ന സമയത്ത് നോറ കേക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത് കേക്കായി അതറിയില്ല ലാലേട്ട, ബദാം ഉണ്ടായിരുന്നു എന്നൊക്കെ രീതിയിൽ. അതിനുശേഷം സാധാരണക്കാരായിട്ടുള്ള നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ ഓരോ എന്താ പറയണ്ട റിവ്യൂ ആയിരുന്നു കേട്ടോ. ബിഗ് ബോസ് കാണുന്നുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാണ് എന്ന രീതിയിൽ. പിന്നെ അതുപോലെ തന്നെ സീരിയൽ ആക്ട്രസ്, ഇതിനെക്കുറിച്ച് കല്യാണി, ഞാൻ സീരിയൽ കാണാത്തതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ അതുപോലെ തന്നെ സാബു, പിന്നെ നമ്മുടെ ആദ്യത്തെ ബിഗ് ബോസ് വിന്നറായിരുന്നു അദ്ദേഹം, എല്ലാവർക്കും 50 ദിവസമായതിൻ്റെ ഒരു വിഷസ് അറിയിച്ചു. പേളി, മണി, ശ്രീനീഷ് അവരുടെ ഇപ്പോഴത്തെ കുട്ടിയായിട്ട് വന്നിട്ടാണ് വിഷസ് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മുടെ രജിത് സാർ 50 ദിവസമായി, കുറച്ച് പേര് മുന്നേ പോയിട്ടുണ്ട്, ബാക്കിലുള്ളവർക്ക് ഇനി പെട്ടെന്ന് മുന്നിൽ കയറാനുള്ള അവസരമാണ്, നല്ല രീതിയിൽ കളിക്കുമെന്ന രീതിയിൽ സംസാരിച്ചു. നോബി, അതുപോലെ തന്നെ നമ്മുടെ റെനീഷ കുട്ടി വന്നിട്ടുണ്ടായിരുന്നു,
പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ശോഭ 50 ദിവസമായിട്ടുണ്ട്, എല്ലാവർക്കും കൺഗ്രാജുലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഉള്ളവ നല്ല രീതിയിൽ കളിക്കുമെന്ന രീതിയിൽ. പിന്നെ അത് അഖിൽ മാരാർ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷം. പിന്നെ അഖിൽ മാരാറുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് ലൈവും ഒക്കെ വൈറലായിരിക്കുന്ന സമയങ്ങളിൽ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ റിവ്യൂ ചെയ്യാൻ കൂടി ഒരു മൂഡില്ലായിരുന്നു. എന്നാലും അഖിൽ മാരാരും വിഷസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരുടെയും വിഷസ് കാണിച്ച് ലാലേട്ടൻ പറഞ്ഞു, ഇതെന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഈ നിങ്ങളുടെ വീട്ടിൽ നിന്ന് സ്നേഹ സമ്മാനം ഇതെല്ലാം നിങ്ങൾ കണ്ട് ഇനി നല്ല എനർജറ്റിക്കായിട്ട് നല്ല ഉന്മേഷവതിയായിട്ട് കളിക്കണം എന്ന രീതിയിൽ ഇനി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന രീതിയിൽ കിച്ചൺ ഡ്യൂട്ടിയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട്, ഇങ്ങനെ എൻ്റെ അടുത്ത് വന്ന് ശ്രീതു ചോദിച്ചു, പൊഴി സൊല്ലുത് എന്നൊക്കെ രീതിയിൽ ആ കാര്യം ഇഷ്യൂ, അതായത് നമ്മൾ ജിൻഡോ ബാത്റൂമിലായിരുന്ന സമയത്ത് എന്താ ചായ ഇടുന്നില്ല എന്നൊക്കെ ചോദിച്ചില്ലേ. അപ്പോൾ ഋഷി പറഞ്ഞിട്ടുണ്ട്, സാർ ഇവിടെ എല്ലാ ജോലിയും അൻസിബയാണ് ചെയ്യുന്നത്, ജാസ്മിൻ്റെ വഴിക്ക് 5 മിനിറ്റ് എന്ന് പറഞ്ഞ് പോകും, വരത്തില്ല എന്ന രീതിയിൽ. അപ്പോൾ പവർ ടീമിൻ്റെ ചോദിച്ചു, നിങ്ങൾ എന്താണ് ശിക്ഷ കൊടുത്തത്, ശരണ്യെ പറയൂ. ശരണ്യ ചോദിച്ചു എന്ന് പറഞ്ഞു, സാർ അത് ഞങ്ങൾ ജിൻഡോയ്ക്ക് മട്ടൻ കറി വയ്ക്കാൻ കൊടുത്തു, ജാസ്മിന് ഉരുളക്കിഴങ്ങ് കറി വയ്ക്കാൻ കൊടുത്തു. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, ഇതാണോ നിങ്ങൾ കൊടുത്ത പണിഷ്മെൻ്റ് എന്ന് പറയുന്നത്, ഇതാണ് പറയുന്നത് പവർ ടീമാർക്ക് ഇപ്രാവശ്യം അത്ര പവർ ഇല്ലായിരുന്നു എന്ന രീതിയിൽ ലാലേട്ടൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണെങ്കിൽ നമ്മൾക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ ഇൻ്റർവ്യൂവിനായിട്ട് വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ആ ഒരു ഇൻ്റർവ്യൂ ആണ്, അത് ബിഗ് ബോസിലോട്ട് വന്ന് ഇവരെ കാര്യങ്ങളൊക്കെ സംസാരിക്കില്ല, അതൊരു എന്താ പറയുക, ഒരു ഇങ്ങനെ ഇവർക്ക് കാണിച്ചിട്ട് കുറേ പേര് ചിരിക്കുക, പ്രത്യേകിച്ച് അഭിഷേക് ശ്രീകുമാരൊക്കെ വീണ് കിടന്ന് ചിരിക്കുകയായിരുന്നു അവർ പറഞ്ഞത് കേട്ടിട്ട്. അങ്ങനെ ജിൻഡോട് ചോദിക്കും, ജിൻഡയ്ക്ക് എന്താണ് ഇവിടെ മാറ്റം സംഭവിച്ചത്, സാർ ഞാൻ ബാഡ് ഒന്നും ഇപ്പോൾ ഉപയോഗിക്കുന്നില്ല, ലാലേട്ടൻ എന്നെ പിടിച്ച് പുറത്താക്കിയല്ലോ, അതുകൊണ്ട് ഞാൻ നന്നായി. അപ്പോൾ ലാലേട്ടൻ ചോദിച്ചു, അപ്പോൾ എന്ത് ചെയ്യണം, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ നന്നായി എന്ന രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം എവിക്ഷനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ജിൻഡോയും അതുപോലെ ജാസ്മിനാണ് സേഫ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്, അല്ലേ, സേവ്ഡ് അല്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബാക്കി ഉള്ള 4 പേരും ചേർന്ന് മൊത്തം 6 പേരാണ് എവിക്ഷൻ വന്നിരിക്കുന്നത്. പവർ ടീമിൻ്റെ അടുത്ത് പറഞ്ഞു, അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, ലോട്ട് വെച്ചിട്ടുണ്ട്, അതെടുക്കുക, അതിനകത്ത് 6 പേരാണോ ഉള്ളത് അവരെ പോയി നിങ്ങൾ മാലയിട്ട് പാട്ട് പാടി സ്വീകരിച്ച് കൊണ്ടുവരിക, ഇതാണ് രീതിയിൽ കേട്ടോ. അങ്ങനെ നമ്മൾ സായിയെ സ്വീകരിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ടൊരു പാട്ടൊക്കെ ഇട്ട് സായിനെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. സായി അടിപൊളിയായിട്ട് എന്താ പറയണ്ട, ആലേ ഗോവിന്ദ ആലേ ഗോവിന്ദ, ആ പാട്ടാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള അംഗങ്ങളും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ വന്നു. അവസാനം നമ്മളെ ജാസ്മിനാണ് വന്നത്. ജാസ്മിൻ ഗബ്രി മാലയിട്ട് സൂക്ഷിക്കുകയായിരുന്നു, ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ, ആ പാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളെ ഗബ്രി ആണെങ്കിൽ അങ്ങ് ദൈവത്തിന് നന്ദിയൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ഉന്നം കളിക്കാനുള്ളൊരു അവസരം കൂടി തന്നല്ലോ എന്ന രീതിയിൽ ഗബ്രി ദൈവത്തിനൊക്കെ നന്ദി പറയുന്നുണ്ടായിരുന്നു. എന്തായാലും നമ്മൾ അഭിഷേക് ജയദേവാണ് ഔട്ടായിരിക്കുന്നത്. പിന്നെ ഗബ്രി ഹഗ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ അഭിഷേക് ശ്രീകുമാറും വെൽഡൺ നമുക്ക് പുറത്തു വന്നിട്ട് കാണാമെന്ന രീതിയിൽ അവരൊക്കെ ആദ്യം വന്ന സമയത്ത് ഒരു പിണക്കമായിരുന്നു. ഇത്രയും ദിവസം നിൽക്കുമ്പോൾ അവർക്ക് അവരുടേതായ ചിന്താഗതികൾക്കും കണ്ടും അതൊക്കെ എടുത്ത് അവരുടെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അവരെന്താ ഹഗ് ചെയ്തിട്ട് പോയി. പിന്നെ നമ്മുടെ നന്ദനക്കുട്ടി ഇനി ആര് കടന്ന് പിണങ്ങും, ഈ വീട്ടിലെ ഇളയത് മൂത്തതും പോലെ തല്ല് കൂടുന്നത്, അത് ലാലേട്ടൻ്റെ അടുത്ത് അഭിഷേക് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ നന്ദനെ എപ്പോഴും അടി ഉണ്ടാക്കും, അത് അടി ഉണ്ടാക്കിയാലും അടുത്ത നിമിഷം ഞങ്ങളത് എന്താ പറയുക ഒന്നായി തീരുമെന്ന രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ കൊള്ളാൻ നന്നായി വരുമെന്ന രീതിയിൽ വിഷ് ചെയ്ത് നമ്മുടെ അഭിഷേക് ജയദേവ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പടി ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു 50 ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു വ്യക്തി പോയിട്ടുണ്ട്, ആ വ്യക്തി പോയാൽ അല്ലെങ്കിൽ ആ വ്യക്തി ഇവിടെ കാണിച്ചതിൻ്റെ ഊർജ്ജം പകർന്നുകൊണ്ട് അടുത്ത ദിവസം തന്നെ നിങ്ങൾ നല്ലവണ്ണം കളിക്കണം, നല്ല മുന്നേറായി വരണം. ഇനി അങ്ങോട്ടുള്ളത് ടാസ്കുകൾ, അങ്ങോട്ടുള്ള 50 ദിവസങ്ങളും നിങ്ങൾക്ക് അത്ര ശുഭകരമാകില്ല, നല്ല രീതിയിൽ കളിക്കുക. ആ കളിച്ച് നല്ല രീതിയിൽ വിൻ ചെയ്യുന്നവർ പ്രത്യേകിച്ച് പിന്നെ പ്രേക്ഷകരുടെ പിന്തുണയും ഇതുണ്ടെങ്കിൽ മാത്രമേ ഒരു ബിഗ് ബോസ് ജയിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ലാലേട്ടൻ എല്ലാവർക്കും ടാറ്റ ബൈ പറഞ്ഞ് ബിഗ് ബോസ് ഹൗസിൽ അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ് പോയിട്ടുണ്ട്. എനിക്കും നിങ്ങളോട് ഇത് തന്നെ പറയാനുള്ളത്, ബിഗ് ബോസിൻ്റെ റിവ്യൂ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ നാളത്തെ റിവ്യൂ ഞാൻ വരാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേശ് വ്ളോഗിലെ ബിജി. ബൈ. കുറേ ദിവസം കൊണ്ട് ഞാൻ പറയാത്തൊരു കാര്യം പറയാം, എന്താണ്, കൂട്ടുകൂടണം, ഇഷ്ടം തരണം, കൂട്ടുകൂടാൻ മറക്കല്ലേ. ബൈ.